ഇപ്പോൾ നമ്മളോടൊപ്പം ഡീൻ കുര്യാക്കോസ് ചേരുന്നുണ്ട്. ശ്രീ ഡീൻ കുര്യാക്കോസ്, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 3 പേരാണ് ഇപ്പോൾ മാൻഹോളിൽ കുടുങ്ങിക്കിടക്കുന്നത്. രക്ഷാപ്രവർത്തനം എത്തരത്തിലാണ് പുരോഗമിക്കുന്നത്? രക്ഷാപ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആ ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. JCB ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ലാബ് നീക്കം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാനും മിനിറ്റുകൾ, ഒരു 10-15 മിനിറ്റിനകത്ത് ആളുകളെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ജനപ്രതിനിധികളടക്കമുള്ള ആളുകൾ അവിടെ സമീപത്തുണ്ട്. ഇക്കാര്യത്തിൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ആളുകൾ മാൻഹോളിൽ ഇറങ്ങിയതാണ് പ്രശ്നമായി വന്നത്. തമിഴ്നാട്ടിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അവർ സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് പരിചയമുള്ള ആളുകളാണെന്നുള്ളത് മാത്രമാണ് പറയപ്പെടുന്നത്. ഏതായാലും അത്യധികം ദാരുണമായ ഒരു സംഭവമാണ്. ഈ തൊഴിലാളികൾ എവിടെ നിന്നുള്ള ആളുകളാണ്? അവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമാണോ? കമ്പം സ്വദേശികളാണ്. അവർ കരാറെടുത്ത് ചെയ്യുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ഇത്തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നതിന് വേണ്ടി കമ്പത്തു നിന്നും വന്ന് ചെയ്തു പോകുന്ന ആളുകളാണ്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുരക്ഷാ മുൻകരുതലുകൾ ഇല്ലാതെയാണ് ഇവരിപ്പോൾ ഇതിനകത്ത് ഇറങ്ങിയെന്നാണോ പറയുന്നത്? ആ ഒരു വിധത്തിലാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. പറഞ്ഞിട്ടുള്ള ആളുകളും അങ്ങനെ തന്നെയാണ് പറഞ്ഞ് കേൾക്കുക. ഏതായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയതായിട്ടുള്ള കർശനമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതാണ്. ഏതായാലും ഇത് അപ്രതീക്ഷിതവും നമ്മളാരും വിചാരിക്കാത്തിടത്തും ആണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. തീർച്ചയായിട്ടും ഒരു 15 മിനിറ്റിനകത്ത് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് അവർ പ്രകടിപ്പിക്കുന്നത്. ബാക്കി അതിനുശേഷം സംസാരിക്കുന്നതായിരിക്കും വിജയം. അതുപോലെ തന്നെ എന്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനം ഇപ്പോൾ കുറച്ച് മുന്നേ നടന്നത്? എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു? അത്തരത്തിൽ കാര്യങ്ങൾ ലഭ്യമാണോ? അത് പീരിയോഡിക്കലായി അത്തരം ഒരു ക്ലീനിങ് അവിടെ നടത്തി വരുന്നതാണ് എന്നുള്ളതാണ്. ഇപ്പം ഡ്രെയിനേജും അതോടൊപ്പം തന്നെ സെപ്റ്റി ടാങ്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്ന ഒരു പീരിയോഡിക്കലായിട്ടുള്ള കാര്യം നടക്കുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ഭാഗമായി ചെയ്തതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാണോ? പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കാരണം അവരെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുഴഞ്ഞു വീണതായിട്ടാണ് ഈ മുകളിൽ നിന്ന് കണ്ടവരായി പറഞ്ഞ ആളുകളുടെ മൊഴി. ആദ്യം ഒരാൾ പോയി, അദ്ദേഹം കുഴഞ്ഞു വീഴുന്നത് കാണുന്നു. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇറങ്ങുന്നു, അയാളും കുഴഞ്ഞു വീഴുന്നു. മൂന്നാമത്തെ ആൾ ഇറങ്ങി കുഴഞ്ഞു വീഴുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ബാക്കി കാര്യങ്ങൾ ആളുകൾ റിക്കവർ ചെയ്തതിനു ശേഷം മാത്രമേ നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. അതുപോലെ തന്നെ ഈ മാൻഹോളിന്റെ ആഴത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എത്തരത്തിലാണ്? ചെരിഞ്ഞ പ്രതലത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നതെന്നൊക്കെ പറയുന്നത്. അതായത് അതിനെക്കുറിച്ചൊന്നും ഒരു പൂർണ്ണമായ ധാരണയില്ല. എത്രത്തോളം ഗ്രാഹ്യം അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റുന്ന ആളുകൾ ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല. ഏതായാലും ചെരിവുള്ള പ്രദേശമാണെന്ന് പറയപ്പെടുന്നു, അല്ല എന്ന് പറയപ്പെടുന്നു. ഏതായാലും ഇത് പൂർണ്ണതോതിൽ കണ്ടു ബോധ്യപ്പെടേണ്ട കാര്യങ്ങളാണ്. ശരി, വളരെയധികം നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന്.